ഇത് തൊമ്മനയമ്പം ചാടി മുറുകും. ഒന്നാമത്തെ കാര്യം യോഗത്തിന് വരികയല്ല, വന്നാൽ തന്നെ ജോവിന് ഇരിക്കുകയല്ല, ഇരുന്നാൽ തന്നെ കൈയടിക്കുകയല്ല, പാടുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, ഒന്നും ചെയ്യുകയല്ല. നമ്മൾ പറയാ 1922 തുടങ്ങിയതാ കൊച്ചുകുഞ്ഞി സന്യാസി. അതിന് നിനക്കെന്നാ? ആ ബഹുമാന്യ കർത്തൃദാസനെ ദൈവം വിളിച്ച് വിശ്വസ്തയോടെ അദ്ദേഹം വേല ചെയ്തു. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അത് പറഞ്ഞാൽ മിക്കവാറും അലോക്യവും അടിയുണ്ടാകും. എന്നാലും സൂചന തരാം. അമ്മാവൻ ആനപ്പുറത്തിരിക്കുക, അതുകൊണ്ട് അനന്തരവന് ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. സ്തോത്രം. ദൈവവുമായിട്ടൊരു ബന്ധം വേണം. അപ്പൊ ഈ എഫെസോസിലുള്ള ഈ വിശ്വാസികൾ 12 പേരെ ഉള്ളെങ്കിൽ 12 ആത്മാവി നിറയുന്നവരാണ്. അവരോടാ പൗലോസ് പറയുക, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ഒരിക്കൽ നിറഞ്ഞ് ആ പരുവത്തിന് പോകാനല്ല, ഓരോ ദിവസവും ശക്തിപ്പെട്ടോണം. ഞാൻ ഇന്ന് വേഗത്തിൽ നിർത്തുക, ദീർഘമാക്കുന്നില്ല. നിങ്ങൾ ഒത്തിരി നേരത്തെ വന്നവരല്ലേ. തന്നെയല്ല, എൻ്റെ ഇങ്ങനെയുള്ള പ്രസംഗം എല്ലാവർക്കും അത്ര താല്പര്യമുള്ളതല്ല. നിങ്ങൾ ചിന്തിക്കായിരുന്നു വയ്യാതെ അവിടെങ്ങാനും കിടന്നാൽ മതിയായിരുന്നു, വരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നെന്ന്. ഇപ്പം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചിലർക്ക് ഒരു ചിന്തയില്ലാതെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ദീർഘമാക്കുന്നില്ല. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. സഭയ്ക്കകത്തുള്ള എല്ലാവരും ആത്മാവിൽ നിറയുന്നവരായിരിക്കണം. പ്രസിഡന്റും സെക്രട്ടറി, ട്രഷററും, കൗൺസിലും കമ്മിറ്റിയും സകലയുണ്ടോ, അല്ലാത്തതിനെ ഒരെണ്ണത്തിനെ ആക്കരുത്. സ്തോത്രം. ആത്മനിറവി ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. ചില സ്ഥലങ്ങളൊക്കെ മുഴുവൻ അങ്ങ് കമ്മിറ്റിക്കാരാ, മൊത്തം കമ്മിറ്റിയാ, വേറെ ആളില്ല. ആ ഫോട്ടോയൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് മിക്കതും അഭിഷേകം പോലും പ്രാപിച്ചതല്ല. നിരന്ന് നിൽക്കുന്ന കാണാം. ചില ഈ നമ്മുടെ നാട്ടിലാന്നേലും വെളിയിലുമൊക്കെ, കേരളത്തിലും ഉണ്ട്, ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലും, അമേരിക്കയിലും കാനഡയിലുമൊക്കെ മിക്ക രാജ്യങ്ങളിലും വലിയ വലിയ ഫോട്ടോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ ടൈയും കോട്ടും ഒക്കെ കെട്ടി നിൽക്കുന്ന നമ്മൾ ഓർക്ക് ഇവൻ ഇന്ന് വരെ അഭിഷേകം പ്രാപിച്ചവനല്ല. അല്ലല്ല, അവനത് വിശ്വാസം പോലും ഇല്ല. മിക്കവരും കുടിക്കുന്നവന്മാരും ഉണ്ട്. നാഷണൽ കമ്മിറ്റി മുക്കുടിയനാ ഒരുത്തൻ, നാഷണൽ കമ്മിറ്റി അംഗം. അവൻ 3 കെട്ടിയതാ. അയ്യോന്നോ, 3 കെട്ടിയെന്ന്. ഭാര്യ മരിച്ചു പോയതല്ല. നോക്കുക ഏതാ ഒക്കുന്നെന്ന്. അവൻ ആ നാഷണൽ കമ്മിറ്റിയിലെ, ഞാൻ ഒരുത്തന്റെ ഫോട്ടോ, അവൻ നാഷണൽ കമ്മിറ്റിയിലുള്ളതാ. ഇവിടെ അവൻ 2 കെട്ടിയതല്ലേ. ആ 2 കെട്ടിയാകുമ്പോ വേണം ഇനിയും കെട്ടണോ? അവൻ എന്തിനും തയ്യാറാണ്. അവൻ ആ കോൺഫറൻസിന്റെ കോർഡിനേറ്റർ, നല്ല കോൺഫറൻസാണ്. ഇവൻ കുടിക്കുവന്നാമല്ലോ കേൾക്കുന്ന ബാറിലൊക്കെ. അവൻ കമ്മിറ്റിയിലുണ്ട്. പിന്നെ കമ്മിറ്റി ഒന്ന് ഉഷാറാകണമെങ്കിൽ അടിക്കണ്ടേ? മിണ്ടുന്നില്ലല്ലോ. അവൻ എങ്ങനെ കമ്മിറ്റി കയറി? അതിലുള്ളവരെല്ലാം അവന്റെ ശിങ്കിടികളാ. മനസ്സിലാകുന്നുണ്ടോ? ഇത് നിർമ്മിത കഥയൊന്നുമല്ല പറയുന്നത്. അവനിരിക്കുന്ന കമ്മിറ്റി എങ്ങനെ ശരിയാകും? അവനിരിക്കുന്ന ഭരണ സാരഥ്യം വഹിക്കുക എങ്ങനെ ശരിയാകും? ഒരു പെണ്ണിനെ കെട്ടി അതിനെ ചാദിച്ചു,
എന്നിട്ട് വേറൊരു പെണ്ണിനെ കെട്ടി അതിനെ ചതിച്ചു. പിന്നെ അവൻ ആലോചിക്കുക, ഈയിടെ എങ്ങാണ്ട് ഒരു ന്യൂസ് വന്നല്ലോ, ഒരു തള്ള മോന് വേണ്ടി, എവിടാണോ ആരാണ്ടെന്നെ കേൾപ്പിച്ചതാ, നിങ്ങൾ കേട്ടില്ലായിരിക്കും. അല്ല, ആ പുള്ളിയുടെ കാര്യമല്ല. ഞാൻ ആവശ്യമില്ലാത്ത പറയരുത്. അവനൊന്ന് കെട്ടിയതാ, തള്ള വീണ്ടും അവനെ ആലോചിക്കുക. അയ്യോ, മിണ്ടുന്നില്ലല്ലോ ആരും. നാഷണൽ കമ്മിറ്റി സ്തോത്രം, സ്തോത്രം. സഭയ്ക്കകത്ത് ഏൽമനിറവുള്ളവനുണ്ടായിരിക്കണം, കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. കാശ് പലിശയ്ക്ക് കൊടുക്കുന്നവനും ബ്ലേഡ്, അവനാ കമ്മിറ്റിയില്ലേ, അവനാ ഇതെല്ലാം തീരുമാനിക്കുന്നത്. ചീട്ട് നടത്തി പൂട്ടി നാട്ടുകാരുടെ കാശ് എല്ലാം മേടിച്ച് മുങ്ങി ഒരു സുപ്രഭാതത്തിൽ വിടുതലിന് ശുശ്രൂഷ. സിസ്റ്റർ ഇന്നയാള്, ബ്രദർ ഇന്നയാള്. പുള്ളി പണ്ട് നാട്ടുകാരുടെ കാശും എല്ലാം മേടിച്ച് മുങ്ങിയ ആളല്ലേ. പുള്ളിയെ ദൈവം വിളിച്ചു. എപ്പോഴാ വിളിച്ചത്? പുള്ളി അതുമായിട്ട് ഇവിടെ നിന്ന് മുങ്ങി. പിന്നെ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പം ദൈവം വിളിച്ചു. ബറോഡായി വെച്ചാ വിളിച്ചത്. ഇവിടെ ഉണ്ടെന്നോ? ഗുജറാത്തിലാ ബറോഡ, പഞ്ചാബിലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്തോത്രം. നിന്റെ കൈവെടിപ്പായിരിക്കണം. സ്തോത്രം, സ്തോത്രം. കൈവെടിപ്പായിരിക്കണം. ചെയ്യാവുന്ന കൊന്ത്രാക്കോളി എല്ലാം ആയ കാലത്ത് ചെയ്ത് തട്ടിപ്പും വെട്ടിപ്പും ഉരുട്ടും പെരട്ടും മറിപ്പും തിരിപ്പും പൊളപ്പും എല്ലാം കാണിച്ച് എങ്ങ് രക്ഷപ്പെടുന്നില്ല. ഒടുവിൽ കണ്ട സൂത്രമാ, ഇനി സുവിശേഷമല്ല. ഒറ്റ രാത്രി കൊണ്ട് പാസ്റ്ററായി. നേരം വെളുപ്പം നമ്മൾ ഫേസ്ബുക്കിൽ പ്രസംഗിക്കുന്നു. അയ്യോ, ഇത് ഞാൻ അവിടെ കുടിച്ച് പെടുത്ത് കിടന്നവനല്ലേ, അവനെ ദൈവം വിളിച്ചിന്നല്ലേ. എപ്പം വിളിച്ചു? ഞാൻ 12:30 ആയപ്പോ. എന്നിട്ട് ദൈവം പ്രത്യേകമായിട്ട് അവനെ അഭിഷേകം ചെയ്ത് വിട്ടേക്കുക. എങ്ങനെയുണ്ട്? അവന് അവരുടെ കാശെല്ലാം മേടിച്ചു. അതെല്ലാം അവന് പാപ്പരാന്ന് എഴുതി കൊടുത്തായിരുന്നു. പാപ്പരാന്ന് എഴുതി കൊടുത്തു. ശരിയല്ല. ദൈവത്തിന് മഹത്വം. മനസ്സിലായോ? കൈവെടിപ്പായിരിക്കണം. സ്തോത്രം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുകയും. അപ്പൊ എഫേസ്യരോട് ഇത് പറയാൻ കാര്യം, 12 പേര് ആത്മനിറവുള്ളവരാ സഭയുടെ ആരംഭം. ഇത് പറയാൻ കാരണം, ഈ മന്ത്രവാദികളുടെ ഈറ്റില്ലമായ എഫെസോസ് പട്ടണം, മന്ത്രവാദികള്, അവിടെ യഹൂദന്മാര് വരെ മന്ത്രവാദികളാ. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ട, ഞാൻ ദീർഘമാക്കുന്നില്ല. മന്ത്രവാദികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമായ എഫെസോസ്. യഹൂദന്മാര് വരെ അവിടെ മന്ത്രവാദികളാണ്. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും അപ്പൊ ഒത്തിരി മന്ത്രവാദി, ധാരാളം. പൗലോസ് പറയാ, ഒടുവിൽ കർത്താവിലും അമിതബലത്തിലും ശക്തിപ്പെടണം എന്ന് പറഞ്ഞാൽ മന്ത്രവാദികളുടെ ഈറ്റില്ലത്തിലാ നിങ്ങൾ നിൽക്കുന്നത്. അവിടെ ജയമെടുക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകം വല്ലാത്തൊരു ലോകമാണ്, ദുഷ്ടലോകമാണ്. സാത്താന്യ ശക്തികൾ വളരെ മുഴുവനത്തോടാ പൊരുതി വരുന്നത്. നിങ്ങൾ മൊത്തത്തിലൊന്ന് വിലയിരുത്തിക്കേ, എല്ലാ മേഖലയും ഒന്ന് എടുത്തേ. വളരെ കരുത്തോടാണ്.
പൈശാചിക ശക്തി ഇളകി നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ നടുവിൽ നമുക്ക് പൊളിറ്റിക്കൽ ബലമല്ല, സായുധ ശക്തി കൊണ്ടൊക്കത്തില്ല, കായബലം കൊണ്ടൊക്കത്തില്ല. നമുക്ക് ആവശ്യം ദൈവാത്മാവിന്റെ ശക്തിയാണ്. ഇങ്ങനെയുള്ള ദുർശക്തികളെ ജയിക്കണമെങ്കിൽ ആത്മശക്തി ആവശ്യമാണ്. ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും താന്ത്രിക മാന്ത്രിക തന്ത്രങ്ങളെല്ലാം വളരെ ശക്തിപ്പെട്ടു വരുന്ന ഈ കാലയളവിൽ അപ്പൊ ഒരു ദൈവത്തിന്റെ പൈതൽ ആത്മശക്തി ഏറ്റെടുക്കണം. ഞാൻ നിങ്ങളും വന്നുപെട്ടിരിക്കുന്നത് ഇതിന്റെ നടുവിൽ നീ ആത്മീകത്തിൽ ഉഴപ്പരുത്, നീ ആത്മീകത്തിൽ ലാഘബുദ്ധിയോടെ ജീവിക്കരുത്. എവിടെയും ഒരു സഭയെ പോകാൻ എങ്ങനെയും അല്പസമയം ഇരിക്കാം എന്നല്ല, ശരിക്കും ആത്മാവിൽ ബലപ്പെടണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കുക.